ഹായ് ഹലോ. ആയില്യം ആയതുകൊണ്ട് തൊട്ടടുത്ത അമ്പലത്തിൽ നാഗപൂജ ഉണ്ടായിരുന്നേ. ഇവിടെയാണെങ്കിൽ കുറച്ച് നാളായിട്ട് പാമ്പിന്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. പാമ്പ് കയറാതെ ഒരു മാസം പോലും കടന്നു പോയിട്ടുണ്ടാവില്ല. എനിക്കാണെങ്കിൽ പഴുതാര പോലും ഭയങ്കര പേടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ നാഗത്തിന് വഴിപാട് കഴിക്കണമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടേ. അങ്ങനെ ഇന്നലെ അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടെ നാഗപൂജ ഇന്നുണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തീരെ കുറവല്ലായിരുന്നു കേട്ടോ. 10 മണിക്ക് ശേഷമായിരുന്നു കേട്ടോ പൂജ ഉണ്ടായിരുന്നത്. അമ്പലത്തിൽ തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ച് വന്ന ശേഷം ലഘുഭക്ഷണം ഉണ്ടായിരുന്നേ. നല്ല ചൂട് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവും ഉള്ളിക്കറിയുമായിരുന്നേ. അമ്പലങ്ങളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് എപ്പോഴും എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയുള്ളൊരു ആൽത്തറയാണേ. ഇവിടെ ഭഗവതി ആദ്യം വന്നിരുന്ന സ്ഥലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കാവ്. കാവിനുള്ളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പൂജ. പൂജ കഴിഞ്ഞ് പ്രസാദം എല്ലാം കിട്ടിയപ്പോഴേക്കും ഒരു 12 മണിയാവാനായി കേട്ടോ. 2 മണിക്കൂറോളം സമയം അമ്പലത്തിൽ ചിലവഴിച്ചു. എൻ്റെ കയ്യിലുള്ള ഈ തൂക്ക് എന്താണെന്നല്ലേ, ഇത് ഇന്നലെ വഴിപാട് കഴിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പായസം മേടിക്കാൻ തൂക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെ എടുത്തതാണേ. പൂജ കഴിഞ്ഞ ശേഷം നാഗപൂജയുടെ പ്രസാദമായിട്ട് 100 പാലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നേ. അവിടെ നിന്ന് കഴിക്കാനും കൂടാതെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം മേടിച്ച ശേഷം പിന്നെ പായസത്തിനുള്ള ക്യൂവിൽ പോയി നിന്നു കേട്ടോ. ശർക്കര പായസവും പടച്ചോറും ആയിരുന്നേ നാഗപൂജയുടെ പ്രധാന പ്രസാദം. അങ്ങനെ അതെല്ലാം മേടിച്ച് പിന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷമേ. ഓക്കെ, താങ്ക് യു.